ന്യൂസ് 16 കേരള. പ്രവാസി സാമൂഹ്യ കൂട്ടായ്മ റിയാദ് അൽഹറിൽ ഉറു പാർക്കിൽ വെച്ച് കമ്മിറ്റി കൂടുകയുണ്ടായി. ചെയർമാൻ ഗഫൂർ ഹരിപ്പാടന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റിയിൽ സെക്രട്ടറി മുസ്തഫ ആദവനാട് സ്വാഗതം പറയുകയും അജണ്ട വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. ഐഡി കാർഡ് രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചാൽ ഉടൻ ഐഡി കാർഡ് പ്രിന്റ് ചെയ്യുന്നതിന് രജിസ്റ്റർ നടപടികൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ലീവിൽ പോകുന്നവർ കൂടി ഉൾപ്പെട്ട ഉടൻ തന്നെ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാൻ ഏർപ്പെടുത്തി. പ്രസിഡന്റ് നിഷാന്ത് കോട്ടക്കൽ എക്സിറ്റ് നാട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് സുബൈർ കുപ്പത്തെ പ്രസിഡന്റ് സ്ഥാനം കൈമാറുകയും വൈസ് പ്രസിഡന്റായി അഷ്റഫ് മേലാറ്റൂരിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കൂട്ടായ്മയിലെ അഷ്റഫ് മേലാറ്റൂരിന്റെ മകൾക്ക് നാട്ടിൽ പോകുന്ന എല്ലാവരും കൂടി ഒരു ദിവസം ഒത്തുകൂടി അനുമോദനം നൽകുന്നതിന് തീരുമാനിച്ചു. കൂടാതെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കൾക്കോ സഹോദരങ്ങൾക്കോ മകൾക്കോ SSLC +2 പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റിയെ അറിയിക്കണം എന്നും അറിയിച്ചു. നിയമാവലിയിൽ കൂട്ടിച്ചേർക്കുന്നത് സംബന്ധിച്ച് നാട്ടിൽ എക്സിറ്റായി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. പ്രവാസി സാമൂഹിക കൂട്ടായ്മയുടെ രജിസ്ട്രേഷന്റെ ഭാഗമായി നാട്ടിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി പ്രവാസി സാമൂഹിക കൂട്ടായ്മ റിയാദിന്റെ നാമോദയത്തിൽ ഹബീബ് എന്ന വ്യക്തിക്ക് ചികിത്സാ സഹായം നൽകിയതിന്റെ പേരിൽ ചെയർമാനെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രസിഡന്റ് സുബൈർ കുപ്പം നന്ദി അർപ്പിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച പ്രസിഡന്റ് നിഷാന്ത് കോട്ടക്കൽ നാട്ടിൽ പോകുന്ന തന്നെ യാത്രയയപ്പ് നൽകുകയും ആദരിക്കുകയും ചെയ്തു. ഗഫൂർ ഹരിപ്പാട്, നിഷാന്ത് കോട്ടക്കൽ, മുസ്തഫ ആദവനാട്, സുബൈർ കുപ്പം, അഷ്റഫ് മേലാറ്റൂർ, സൈഫു കായംകുളം, ഷാജഹാൻ കൊല്ലം, മുജീബ് വടകര, മുജീബ്, മുസ്തഫ മണ്ണാർക്കാട്, ലെബിൻ പൗലോസ്, സലീം പൂവാർ, മിൽട്ടൺ ആറ്റുംപുറം എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ട് മജീദ് KP 16 ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.